ഇന്നത്തെ എൻ്റെ പ്രിപ്പറേഷൻ കുമ്പിളപ്പമാണ്. കുറച്ച് വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ശർക്കരപ്പാനി കാച്ചി വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് തണുക്കാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചക്കയൊന്ന് അരച്ചെടുക്കാം. കൂടച്ചക്കയാണെങ്കിൽ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ വരിക്കച്ചക്കയാണ്, അതുകൊണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ സ്റ്റൗവിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നല്ല നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്കയില്ലേ, അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് ഒരു നുള്ളുപ്പ് കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. വെള്ളത്തിൻ്റെ ആ ഒരു അംശമൊക്കെ പോയതിന് ശേഷം അരിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം ഈ വഴറ്റി വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് അരിപ്പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മളൊരു അടയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു തിക്നെസ് മതി കേട്ടോ, ഒരുപാടങ്ങ് കട്ടിയായി പോവരുത്. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും ചക്ക കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി ശർക്കര പാനിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ഈ ബാറ്റർ നമ്മൾ കുമ്പിള കുത്തി സെറ്റാക്കാം. അപ്പം വയനേല, വഷ്ണേല, കുമ്പിളല എന്നൊക്കെയാണ് പല നാട്ടിലും പല രീതിയിൽ പറയുന്നത് ഈ ഒരു ഇലയ്ക്ക്. ഇവിടെ കുമ്പിളല, വഷ്ണേല എന്നൊക്കെ പറയും കേട്ടോ. അപ്പം നേരെ വഷ്ണേലയിൽ കുമ്പിള കുത്തി അതിലേക്ക് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഫില്ല് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇഡലിക്കുട്ടകം വെച്ച് സ്റ്റീം ചെയ്യുന്ന ആ ഒരു തട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മളുടെ കുമ്പിള് ഓരോന്നായിട്ട് അടുക്കി വെച്ച് കൊടുക്കുക. ഇനി ആവി കയറുമ്പോഴേ നമുക്കറിയാം, സ്മെല്ല് കൊണ്ട് നമുക്ക് നിൽക്കാൻ വയ്യായിരിക്കും. അത്ര കൊതിപ്പിക്കുന്ന ഒരു മണമാണ് കേട്ടോ. പഴമയുടെ ഒരു രുചിക്കൂട്ടെന്ന് തന്നെ പറയാം. ഇത് 2-3-4 ദിവസമൊക്കെ നിൽക്കും കേട്ടോ. ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചാണെങ്കിലും വീണ്ടും ഒന്ന് ആവി കയറ്റി എടുത്ത് കഴിച്ചാലും സ്വാദ് ഒരു രക്ഷയില്ല. അപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.